ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്മാര് അടിയുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ, കൊലപാതകം നടത്താൻ, കത്തിക്കുത്ത് നടത്താൻ പോകാത്തത് ശാരീരിക ആരോഗ്യമോ കായബലമോ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി അത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പോകാത്തത് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം സംഘർഷമല്ല. ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം സമാധാനത്തിൻ്റെതാണ്, സൗഹൃദത്തിൻ്റെതാണ്. ഈ പ്രസ്ഥാനം ആരെയൊക്കെ പ്രബോധനം ചെയ്യുന്നുവോ ആ മനുഷ്യരെ മുഴുവനായും വിജയിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന് ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുകയും ജനാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കുകയും ഇപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളിൽ ഒന്നുമേ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന യാതൊരു ഒളിച്ചുകടത്തലിന്റെയും ആവശ്യം ജമാഅത്തെ ഇസ്ലാമി എന്ന ആദർശ പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. അവരോട് ചേർന്ന് നിൽക്കുന്ന പൗരോഹിത്യവും ജനസമൂഹത്തെ ചൂഷണം ചെയ്ത് അടിമകളാക്കി വെച്ച് വിഭവങ്ങൾ കൊള്ള ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ആശയവിനിമയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വളരെ വിശാലമായ യുക്തിഭദ്രമായ സമാധാനപൂർണമായ ശാന്തി പ്രദാനം ചെയ്യുന്ന ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയാദർശങ്ങളെ തിരിച്ചറിയുകയും ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഇസ്ലാം മനുഷ്യർക്ക് മുമ്പിൽ വാഗ്ദത്തം ചെയ്യുന്ന സമത്വത്തെയും ശാന്തിയെയും എതിരിടാനുള്ള കെൽപ്പ് തങ്ങളിൽ ഉള്ള മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കില്ല എന്ന് വന്നപ്പോൾ ദർശനങ്ങളുടെ ശ്മശാന ഭൂമിയിൽ നിരാശരായി കഴിയുന്നവരുടെ മുന്നിൽ പരിശുദ്ധ ഇസ്ലാം വലിയ ഒരു പ്രതീക്ഷയായി വളർന്നു വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേകമായ രീതിയാണ് ഇസ്ലാം ഭീതി എന്ന് പറയുന്നത്. ഇത് പ്രവാചകന്മാരുടെ കാലത്ത് അന്നത്തെ പൈശാചിക ശക്തികൾ ചെയ്തിരുന്ന ഒരു തന്ത്രം തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു വീട് കാണിച്ച് അവിടെ യക്ഷിയുണ്ട്, ഭൂതമുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് അടുക്കാതിരിക്കുകയും ആളൊഴിഞ്ഞ വീടിനെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നാട്ടിലെ തിന്മയുടെ ശക്തികളുടെ ആഗോള രൂപമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ. എന്തെല്ലാമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പണ്ടൊക്കെ പള്ളികളിലും മദ്രസകളിലും കൂടിയാൽ വഅലിന്റെ മജ്‌ലിസുകളിലുമൊക്കെ കേട്ടുകൊണ്ടിരുന്ന വാക്കുകൾ ഇന്ന് തെരുവിൽ, വാർത്താമാധ്യമങ്ങളിൽ, ചാനൽ ചർച്ചകളിൽ സജീവമായ ചർച്ചയാണ്. ജിഹാദ്, ഹലാല്, അതേപോലെ തന്നെ ത്വലാഖ്, ശരീഅത്ത്, വഖഫ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വളരെ യാദൃശ്ചികമായി ആരൊക്കെയോ എവിടെന്നൊക്കെയോ നടത്തുന്ന കമന്റുകളല്ല. വളരെ ബോധപൂർവം കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടാൽ കൗതുകം തോന്നുന്ന, തമാശ തോന്നുന്ന കാര്യങ്ങൾ, പക്ഷേ കുറെ കാലം കേട്ടുകഴിയുമ്പോൾ അത് കാര്യമാണോ എന്ന് സംശയിക്കും വിധം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഗീബൽസിയൻ തന്ത്രം തന്നെയാണ്. ലവ് ജിഹാദ് എന്ന് ആദ്യം കേട്ടപ്പോ നമുക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. പക്ഷെ പിന്നീട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അത് ഏറ്റുപറയാൻ തുടങ്ങി. കള്ളു കൊടുത്തു മതം മാറ്റുന്ന, കഞ്ചാവ് കൊടുത്തു മതം മാറ്റുന്ന വർത്തമാനം വിശ്വസിക്കാൻ മാത്രം എന്ത് അധപ്പതനമാണ് ഈ സാക്ഷര പ്രബുദ്ധ കേരളത്തിന് സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അതൊന്നും പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു നാണമോ ലജ്ജയോ ഇല്ലാത്തത് ഏതെങ്കിലും ആളുകൾ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അവരുടെ നാവുകളിൽ നിന്ന് വന്നു പോകുന്ന ഒരു സ്ഖലിതമല്ല ഇത് എന്നതുകൊണ്ടാണ്.
ഈ വിശാലമായ ഏതൊരു മനുഷ്യന്റെയും മുമ്പിൽ തുറന്നിട്ട വാതിലുകളുള്ള ജീവിത ദർശനം, നീതിയെ ഉയർത്തിപ്പിടിക്കുന്ന, സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജീവിത ദർശനം, ജാതീയമായ കെട്ടുപാടുകളില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളില്ലാത്ത, ആർക്ക് വേണമെങ്കിലും എപ്പോഴും കടന്നു വരാൻ സാധ്യമാകുന്ന ഒരു ജീവിത ദർശനം, അതിലേക്കുള്ള വാതിലുകൾ കൊട്ടിയടക്കാൻ വേണ്ടിയാണ് ഈ പേടിപ്പെടുത്തലുകൾ എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയാണ് ആരോപണങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഒടുവിൽ ദൈവീക സന്മാർഗമായിട്ടുള്ള ഇസ്ലാം ദർശനത്തിന് അനുകൂലമായി ഭവിച്ചതാണ് ചരിത്രം. ഉംറക്കും ഹജ്ജിനുമൊക്കെ വരുന്ന ആളുകളോട് മുശ്രിക്കുകൾ പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ നമ്മുടെ പൂർവികരെ ആക്ഷേപിക്കുന്നവരാണ്, നമ്മുടെ ദീനിനെ കളവാക്കുന്നവനാണ്, അതുകൊണ്ട് അവന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. അവന്റെ വാക്കുകൾ കേൾക്കരുത് എന്ന് ഉംറക്ക് വന്ന ആളുകളോട് പറഞ്ഞപ്പോ അവരന്വേഷിക്കുകയാണ്, എങ്കിൽ അതാരാണ്? മുഹമ്മദ് നബിക്കും കൂടെയുള്ള കുറച്ചാളുകൾക്കും അവിടെ വരുന്ന മുഴുവൻ സന്ദർശകരെയും കാണാനുള്ള സൗകര്യമില്ല. പക്ഷേ എതിരാളികൾ ഇത്തരത്തിലുള്ള ഒരു പ്രചാരം അഴിച്ചുവിട്ടപ്പോ ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരികയാണ്, ആരാണ് മുഹമ്മദ്, ആരാണ് മുഹമ്മദ് എന്ന്. പ്രബുദ്ധരായ ജനങ്ങൾ അങ്ങനെയാണ്, അവരത് അന്വേഷിക്കും. ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുപ്രചരണങ്ങളുടെ വേലിക്കെട്ടുകൾ തറന്നടിയുകയും ഈ ശാന്തിയുടെ സമാധാനത്തിന്റെ ദർശനം ലോകത്തിനു മുമ്പിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്നത് വേദഗ്രന്ഥത്തിന്റെ വാഗ്ദാനമാണ്. പ്രവാചകരെ തന്നെ അയച്ചത് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ ജീവിത പ്രത്യയശാസ്ത്രങ്ങൾക്കും മേലെ ഈ പടച്ചതമ്പുരാന്റെ ദൈവിക ദർശനത്തെ ഉയർത്തി നിർത്തുന്നതിന് വേണ്ടിയാണ്. വല്ലാഹു മുതിമ്മു നൂരി, എന്തെല്ലാം പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ആരൊക്കെ നിർവഹിച്ചാലും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെയും അല്ലാത്തവന്റേതുമായ രക്ഷിതാവ് ഒരു സമുദായത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു സംഘടനയുടെയല്ല, ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ, ആണിന്റെ പെണ്ണിന്റെ, വൃദ്ധരുടെ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും സിട്ടാവും നിയന്താവും സംരക്ഷകനും എല്ലാവരുടേതുമായ ദൈവം വെള്ളം പോലെ വായു പോലെ അയച്ചു തന്നിട്ടുള്ള ഈ സന്മാർഗ ദർശനത്തിന് അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് പ്രപഞ്ചനാഥന്റെ വാഗ്ദാനമാണ്. പക്ഷേ അതിനിടയിൽ ഈ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കുവാൻ, എന്നിട്ട് ഈ ദൈവിക ദർശനത്തിന്റെ നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കള്ളപ്രചാരങ്ങളെ യഥാർത്ഥ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുവാനുള്ള ബാധ്യത സത്യവിശ്വാസികളായ സമൂഹത്തിനുണ്ട് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കുന്നു. പരിശുദ്ധ ഇസ്ലാം ഏതൊരു ആദർശമാണോ ഉയർത്തിപ്പിടിച്ചത്, അതേ ആദർശമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്തെ സകല ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. ഇന്ത്യയിലെ ഓരോ പ്രാദേശിക ഭാഷകളിലും പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലേക്കും പ്രബോധന പ്രവർത്തനവുമായി കടന്നു ചെന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. നിങ്ങൾ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യനാവട്ടെ, നിങ്ങൾ ആരു തന്നെ ആവട്ടെ, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഒരു ഇടമുണ്ടോ എന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന, പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ദലിതുകളാണെങ്കിലും, ഭാഷാ ന്യൂനപക്ഷമാണെങ്കിലും, അവർ സ്ത്രീകളാണെങ്കിലും, ഈ രാജ്യത്തെ കർഷകരാണെങ്കിലും, ഈ രാജ്യത്തെ ഏതേത് ജനവിഭാഗമാണെങ്കിലും അവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങളും സമരപ്രക്ഷോഭങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശവാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിന് ഒരു ബഹുമത സമൂഹത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഒരു ബഹുമത സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
കാരണം പ്രപഞ്ച സത്താവല്ലാത്ത, സാക്ഷാൽ ജഗദീശ്വരനല്ലാത്ത, സാക്ഷാൽ ദൈവമല്ലാത്ത ഒരാളും തന്നെ ഉടയവനോ യജമാനനോ ഉടമസ്ഥനോ അധികാരിയോ ആയിട്ടില്ല എന്ന പ്രഖ്യാപനമാണ്. അഥവാ നിങ്ങളുടെ എല്ലാവരുടെയും രക്തം ചുവപ്പായതുപോലെ, നിങ്ങളുടെ വിശപ്പും ദാഹവും ഒന്നായതുപോലെ, നിങ്ങളുടെ വികാരങ്ങൾ ഒന്നായതുപോലെ, നിങ്ങളെല്ലാ മനുഷ്യരും ചീർപ്പിന്റെ പല്ല് പോലെ സമന്മാരാകുന്നു എന്ന് വിളിച്ചു പറയാൻ മനുഷ്യന് കരുത്തു നൽകുന്ന വലിയ മുദ്രാവാക്യത്തിന്റെ ചുരുക്കെഴുത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അതൊരു ആരാധനാലയത്തിനകത്ത് വെച്ച് മുഴങ്ങേണ്ടുന്ന സ്വകാര്യമായ ഒരു മന്ത്രമായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നില്ല. അത് ആരാധനാലയങ്ങൾക്കകത്തെന്ന പോലെ ആരാധനാലയങ്ങളുടെ പുറത്ത് മനുഷ്യനെ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ ആളുകളെ തട്ടുകളായി തിരിക്കുകയും അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന മേലാളന്മാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൈക്ക് പിടിച്ച് നിങ്ങൾക്ക് ഈ അടിമയാക്കപ്പെട്ടവനേക്കാൾ പ്രത്യേകിച്ച് ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ ഒരു ഉടമസ്ഥതയുമില്ല എന്ന് പറയാൻ കരുത്തു നൽകുന്ന ഒരു ആദർശവാക്യമാണ്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്രത്തോളം വിമർശിക്കപ്പെടുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വിമർശനം എന്ന് പറയുന്നത് ഒരു ഭയമുളവാക്കുന്ന, ആശങ്കയുളവാക്കുന്ന ഒരു കാര്യമല്ല. വിമർശകരെ ഇഷ്ടപ്പെടുന്ന, വിമർശനത്തെ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് വിമർശകരുടെ വേദിയിൽ നിന്ന് മാത്രമല്ല, അവരുടെ പേജുകളിൽ നിന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കെട്ടിയുണ്ടാക്കുന്ന വേദികളിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് നാം പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുടെ പേജുകൾ അവർക്ക് നൽകി നമ്മെ വിമർശിക്കുവാൻ വേണ്ടിയുള്ള അവസരം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം വിമർശകന്മാർ വിമർശിക്കുമ്പോൾ, തിരുത്തുകൾ പറയുമ്പോൾ, ഈ ജനസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനവിക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തിരുത്താൻ വല്ലതുമുണ്ടെങ്കിൽ തിരുത്താനുള്ള ആർജവവും ആദർശപരമായ കരുത്തും ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് വിമർശനം സ്വാഗതാർഹമാണ്. പക്ഷേ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തിനു വേണ്ടി വിമർശിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം അറിയുവാൻ ഉള്ള സാഹചര്യം ഈ നാട്ടിലുള്ളവർക്ക് ഉണ്ടാക്കണമെന്ന് നമുക്ക് തോന്നുന്നത്. ആരാണോ തങ്ങളെ അനുകൂലിക്കുന്നത് അവരൊക്കെ പുണ്യവാളന്മാരാകുന്ന, ആരാണോ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് അവരൊക്കെയും ശുദ്ധന്മാരാകുന്ന, ആരാണോ മറ്റു മുന്നണി വിട്ട് ഈ മുന്നണിയിലേക്ക് വരുന്നത് അതോടുകൂടി വിശുദ്ധരായി വാഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഭൗതിക പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ വരെ കള്ളന്മാരായി വിശേഷിപ്പിക്കപ്പെട്ടവർ, ഇന്നലെ വരെ അഴിമതി വീരന്മാരായി വിശേഷിപ്പിക്കപ്പെട്ടവർ, ഇന്നലെ വരെ വർഗീയവാദികളായി വിശേഷിപ്പിക്കപ്പെട്ടവർ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെങ്കിൽ, തങ്ങളുടെ കൂടെ നിൽക്കുന്നുവെങ്കിൽ അവർ വിശുദ്ധരായി വാഴ്ത്തപ്പെടുന്ന സ്ഥിതിയാണ്. അതേസമയത്ത് അരുതായ്മകൾക്കെതിരെ അരുത് എന്ന് ആര് പറയുന്നുവോ അവരൊക്കെ വർഗീയവാദികളുടെ ലിസ്റ്റിലേക്ക്, തീവ്രവാദികളുടെ ലിസ്റ്റിലേക്ക് അവർ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റവുമായി പോയപ്പോ നമ്മൾ കണ്ടു, പള്ളികളിൽ വെച്ച് നിങ്ങൾ വഖഫ് എന്ന് പറയാൻ പാടില്ല, പള്ളികളിൽ വെച്ച് വഖഫ് എന്ന് പറയാൻ പാടില്ല. മുമ്പ് അവർ പറഞ്ഞത് പള്ളിക്ക് പുറത്ത് നിങ്ങളൊന്നും പറയരുത് എന്നായിരുന്നു. വഖഫിന്റെ പ്രശ്നം വന്നപ്പോ അവര് പറഞ്ഞു പള്ളിയിൽ വെച്ച് പറയുന്നത് വഖഫിനെ കുറിച്ച് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്, അവിടെ കലാപമുണ്ടാകും. അപ്പോൾ ചില ആളുകൾ അതിന്റെ പ്രതിഷേധ പ്രതികരണങ്ങളുമായി തെരുവിലിറങ്ങിയപ്പോ അവര് പറഞ്ഞു തെരുവിൽ വെച്ച് ഇത് പറയാൻ പാടില്ല, അത് മതപരമായ വിഭാഗീയതയാണ്, തന്ത്രങ്ങളാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്കെതിരിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. തങ്ങൾ അനുകൂലിച്ചുകൊണ്ടാണെങ്കിൽ പള്ളി മിമ്പറുകളിൽ വെച്ച് പറഞ്ഞാലും സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ വിമർശിക്കുന്നവന്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് മാത്രം വളരെ ചുരുക്കി ഞാൻ ആ കാര്യത്തെ സൂചിപ്പിക്കുക മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അവർ തെരുവായ തെരുവുകളിലെല്ലാം നടന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരാണ്, ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവരാണ്. പറയുന്നവരാരാണ് എന്നത് ചരിത്രം അറിയുന്നവർക്ക് നന്നായി അറിയാം. അത് വിശദീകരിക്കാനുള്ള സമയം എന്റെ മുന്നിലില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒട്ടുമേ പ്രവേശിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രായോഗികമായി തന്നെ അതിന്റെ ഒന്നാം നാൾ മുതൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്.
സംഘടനാപരമായിട്ടുള്ള സംഘടനക്കകത്തുള്ള ജനാധിപത്യം മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ, വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് എല്ലാ ആളുകൾക്കും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നിലനിർത്തുകയും ജനാധിപത്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലങ്ങളിലെല്ലാം ആരാണോ മറുകക്ഷി എന്ന് പരിഗണിക്കാതെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ കുറിച്ച് മോശമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിലെ മോശത്തരങ്ങളെ മോശമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യം തന്നെ നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തെ ജനങ്ങളോട് സത്യസന്ധമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെന്റിന് ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുകയും ജനാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കുകയും ഇപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളിൽ ഒന്നുമേ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന യാതൊരു ഒളിച്ചുകടത്തലിന്റെയും ആവശ്യം ജമാഅത്തെ ഇസ്ലാമി എന്ന ആദർശ പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. നമ്മൾ ജനാധിപത്യത്തെ 1-ാം തീയതി തന്നെ വളരെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ആളുകൾക്കിടയിലെ ഭൂരിപക്ഷം ആളുകൾ ചേർന്ന് നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതും പരസ്പരം കൂടിയാലോചിക്കുന്നതും അതുപോലെ തന്നെ അവരവരുടേതായ ആദർശങ്ങളെ പ്രബോധനം ചെയ്യുന്നതും വിമർശിക്കേണ്ടിടത്ത് തിരുത്തേണ്ടിടത്ത് തിരുത്തുന്നതുമൊക്കെ ആയിട്ടുള്ള ജനാധിപത്യം നൽകുന്ന ഉന്നതമായ മൂല്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആദ്യമേ തന്നെ പറഞ്ഞു. അത് ഉന്നതമായ മൂല്യങ്ങളാണ്. ആധുനിക ജനാധിപത്യത്തെ കുറിച്ച് ചർച്ചയുണ്ടാകുന്നതിന് മുൻപ് ദൈവിക ദർശനം തന്നെ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. സ്വഹാബിമാർ ഖലീഫമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് ആ ജനാധിപത്യ മൂല്യം എന്ന് പറയുന്നത്. അതിനെ ഉയർത്തിപ്പിടിക്കാനും നിലനിർത്താനും വേണ്ടി പണിയെടുക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ദീനിയായ ബാധ്യതയായി മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതേസമയത്ത് സത്യവും അസത്യവും എന്താണെന്ന് തീരുമാനിക്കാൻ, ന്യായവും അന്യായവും എന്താണെന്ന് തീരുമാനിക്കാൻ ഒരു ജനസമൂഹത്തിനിടയിൽ നിയമം നിർമ്മിക്കേണ്ടുന്ന പരമാധികാരം ഭൂരിപക്ഷത്തിനാണ് എന്ന് വരുമ്പോ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമികമായ മൂല്യങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്ന് തീരുമാനിക്കാൻ, ഒരു കാര്യം ഈ രാജ്യത്തിന് നിയമമാക്കണമോ നിയമവിരുദ്ധമാക്കണമോ എന്ന് തീരുമാനിക്കാൻ 100 ആളുകളിൽ 51 ആളുകൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയുമ്പോ അത് ആധുനിക ജനാധിപത്യത്തിന്റെ പോരായ്മയായിട്ട് ഈ പ്രസ്ഥാനം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും നല്ല മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കാണ് യാതൊരു തരത്തിലുള്ള സത്യത്തിന്റെ മാനദണ്ഡവുമില്ലാതെ ഭൂരിപക്ഷം തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറയാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. പൗരത്വ പ്രക്ഷോഭം പാർലമെന്റ് പാസാക്കിയതാണ്. കാർഷിക ബില്ല് പാർലമെന്റ് പാസാക്കിയതാണ്. അഥവാ ഭൂരിപക്ഷം പേർ ചേർന്നെടുത്ത തീരുമാനമാണ്. ഭൂരിപക്ഷം പേർ ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന ജനാധിപത്യത്തിന്റെ മൂല്യത്തിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ ആ തീരുമാനത്തിനും ബില്ല് പാസാക്കലിനും ശേഷം ഈ രാജ്യത്തെ തെരുവുകളിൽ സമരപ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന്റെ പ്രസക്തി എന്താണ്? അപ്പൊ ഭൂരിപക്ഷ ആളുകൾ തീരുമാനിച്ചാലും ചില മൂല്യങ്ങൾ അതിനും മുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ടോ എന്ന് ഇന്ത്യയിലെ ജനസമൂഹം വിശ്വസിക്കുന്നു. ആ ജനസമൂഹത്തിന് ആ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ, ആ മൂല്യം പകർന്നു കൊടുക്കുന്നതിൽ, ആ ബോധം പകർന്നു കൊടുക്കുന്നതിൽ 70 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പങ്ക് ആര് നിഷേധിച്ചാലും നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ് എന്ന് അഭിമാനബോധത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. സത്യം തീരുമാനിക്കേണ്ടത്, ധർമ്മം തീരുമാനിക്കേണ്ടത്, മൂല്യങ്ങളെ തീരുമാനിക്കേണ്ടത് ഭൂരിപക്ഷമല്ല. ഭൂരിപക്ഷം ആളുകൾ ഒരു കാര്യം സത്യമെന്ന് തീരുമാനിച്ചാൽ 2 പേർ അതിൽ നിന്ന് കൂറുമാറി നാളെ ഇപ്പുറത്തായാൽ അങ്ങനെ കൂറുമാറുന്നതോടുകൂടി മനുഷ്യർ തമ്മിലുള്ള സഹവാസത്തിന്റെ ഇടപഴകലുകളുടെ മൂല്യങ്ങളിലും മാറ്റം വരുമെന്ന് വന്നാൽ പിന്നെങ്ങനെയാണ് ഒരു മനുഷ്യ സമൂഹത്തിന് നീതിപൂർവമായി മുന്നോട്ട് പോകാൻ കഴിയുക? ഇത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിനെ എതിർക്കുന്ന വിമർശിക്കുന്ന ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളുടെയും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അതിന് പറയാനുള്ളത് ഒളിച്ചു വെക്കാതെ വളരെ പരസ്യമായി തുറന്നു പറയുകയും പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ആളുകൾക്ക് മുമ്പിൽ വളരെ സുതാര്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പൊ അവര് പറയുകയാണ് ഇത് നിങ്ങളുടെ അടവ് നയമാണ്. സഹോദരന്മാരെ,
അടവ് നയം എന്ന വാക്കുപോലും നിങ്ങളുടെ മാക്സിയൻ പുസ്തകങ്ങളിൽ മാത്രമുള്ളതാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പദാവലിയിൽ അങ്ങനെ ഒരു പേരില്ല. അത് നിങ്ങൾ നിങ്ങളുടേതായ ആദർശങ്ങളെ മതസമൂഹങ്ങൾക്കിടയിൽ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടി, എന്നിട്ട് അവരെ മതനിഷേധത്തിന്റെ പാളയത്തിലേക്ക് അല്പാൽപമായി കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായ കുതന്ത്രങ്ങളെ നിങ്ങൾ സുന്ദരനാമം ചൊല്ലി വിളിക്കുന്നതാണ് അടവ് നയം എന്ന് പറയുന്നത്. സ്വന്തം സ്വഭാവം മറ്റുള്ളവരിൽ ആരോപിക്കുക എന്നത് മനഃശാസ്ത്രപരമായി ഒരുപക്ഷെ ഒരാൾക്ക് വന്നുഭവിക്കാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരു പ്രസ്ഥാനത്തെ അപ്പാടെ തന്നെ ഇത്തരത്തിലുള്ള മനോവിഭ്രാന്തി പിടികൂടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ നമുക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ്. അത് വരാനിരിക്കുന്ന ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കൗതുകമായിരിക്കും. ഭരണഘടനയെ അംഗീകരിക്കാത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രപ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന കേരളത്തോടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ മാധ്യമങ്ങൾ ശ്രവിക്കുന്ന കേരളത്തോടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സേവന പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന കേരളത്തോടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആളും അർത്ഥവും നൽകി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യന്മാർ തിങ്ങിപ്പാർക്കുന്ന കേരളത്തോടാണ്. അതുകൊണ്ടാണ് ഇത് വിലപ്പോവുകയില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്നത്. നിങ്ങളുടെ എല്ലാ പ്രചാരണങ്ങൾക്ക് ശേഷവും, നിങ്ങളുടെ എല്ലാ കുപ്രചരണങ്ങൾക്ക് ശേഷവും ഇസ്ലാമിക പ്രസ്ഥാനം ഒരു മാസക്കാലം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന പേരിൽ ആളുകളെ ക്ഷണിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആശയ സംവാദത്തിന്റെ സൗഹൃദ സംസ്കാരത്തിന്റെ മുന്നോട്ട് പോക്കിന് ശക്തി ചുരിഞ്ഞുകൊണ്ട്, പിൻബലം നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വെളിക്കുത്തരം നൽകി മുന്നോട്ട് വന്നത് അത്യന്തം അഭിമാനകരമായ ഒരു കാര്യമാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്നാണ് കാസർഗോഡിന്റെ കുമ്പളയുടെ ഈ മണ്ണിൽ വന്നുകൊണ്ട് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതെങ്കിലും നിർത്തുന്നതാണ് അല്പമെങ്കിലും വിശ്വസിക്കുന്ന ആദർശത്തോട് സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആർക്കാണ് ഇതിന്റെ ഫലം ലഭിക്കുക? ഈ രാജ്യത്ത് വംശീയമായ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ, ഈ രാജ്യത്തെ ജനസമൂഹങ്ങളെ വംശീയമായി ഭിന്നിപ്പിക്കുന്നതിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം നട്ടു വളർത്തുകയും അത് നനച്ചു വലുതാക്കുകയും അതിന്റെ ഫലം കൊയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മിലിറ്റന്റ് ശക്തിയായി മാറിയ സംഘപരിവാറിന്റെ RSSന്റെ പ്രവർത്തനങ്ങളോട് ഈ രാജ്യത്ത് സമാധാനപൂർവ്വം മാത്രം പ്രവർത്തിക്കുകയും ലക്ഷ്യം വിശുദ്ധമാകുന്നത് പോലെ മാർഗവും വിശുദ്ധമാകണമെന്ന് ഉറച്ചു വിശ്വസിച്ച് അത് പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന സമാധാന സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ മലയാളം അങ്ങനെയാണ്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘടന, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. സമാധാന സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ RSSനെ പോലെയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫലം കൊയ്യുന്നതാരാണ്? അതിന്റെ ഫലം കൊയ്യുന്നതാരാണ്? അതിന്റെ ഫലം കൊയ്യുന്നത് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു താൽക്കാലികമായ വോട്ടിന്റെ പേരില്, ഒരു ഭരണം തുടർച്ചയുടെ പേരില് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ തീർത്ത് ആളുകൾക്കിടയിൽ ഭിന്നിപ്പിന്റെ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ ആ വെറുപ്പിൽ നിന്ന് പിന്നെ ഈ ജനസമൂഹത്തെ തിരിച്ചു പിടിക്കാൻ മാത്രമുള്ള ഒരു പ്രത്യയശാസ്ത്രം, അതിനുള്ള ഒരു മാനിഫെസ്റ്റോ നിങ്ങളുടെ കയ്യിലില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ ഒട്ടും പ്രകോപിതരാകാതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ അതിന്റെ ആദർശ വിശദീകരണങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ അതിന് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശം എന്ന് പറയുന്നത് മനുഷ്യ സമത്വത്തിൻ്റെതായ ആദർശമാണ്. ഇത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. അത് ഈ രാജ്യത്തെന്നല്ല ഈ ലോകത്ത് വെളിച്ചം നൽകിയിട്ടുള്ള ആദർശമാണ്. ഈ ലോകത്തെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചോദനം നൽകിയിട്ടുള്ള ആദർശമാണ്. ഈ രാജ്യത്ത് മനുഷ്യ സമത്വത്തിന്റെ സുന്ദരമായ നാളുകൾ പ്രദാനം ചെയ്തിട്ടുള്ള, പ്രായോഗികമായി ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള, രാഷ്ട്രം പണിത് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാദർശമാണ്. മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന് പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണെന്ന് പറയുകയാണ്.
ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് വോട്ട് ചെയ്യുകയോ ഇവരെ പിന്തുണയ്ക്കുകയോ ഏതെങ്കിലും പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി സംഘ് പരിവാറിനെ എതിർക്കുന്നതിനോ സാമ്രാജ്യത്വത്തിന് തടയിടുന്നതിനോ ആണെങ്കിൽ പോലും അവർക്ക് പിന്തുണയും പിൻബലവും നൽകിയാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കുഴപ്പവും അവർ കാണുകയില്ല. ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ ആദ്യ നാൾ മുതൽ തന്നെ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്തിരുന്ന സന്ദർഭത്തിലും അവർക്ക് പിന്തുണ നൽകിയിരുന്ന തെരഞ്ഞെടുപ്പിന്റെ വേളയിലും ഇസ്ലാമിക ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ, പ്രഭാഷണം നടത്തുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ പരാജയങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കമ്മ്യൂണിസത്തിന്റെ തകരാറുകൾ പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ് എന്നതുകൊണ്ട് ഇസ്ലാമിക ആദർശം പറയുന്നതിനോ കമ്മ്യൂണിസത്തിന്റെ അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനോ അതിന്റെ അപ്രായോഗികത വിശദീകരിക്കുന്നതിനോ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. അഥവാ കാപട്യത്തിന്റെ ഒരു നിലപാട് ഒരു സെക്കൻഡ് നേരം പോലും ഈ പ്രസ്ഥാനം കൊണ്ടു നടന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ കാപട്യത്തിലാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, അത് ഒരു മതരാട്ടത്തെ ഒരാളുടെ മുമ്പിലും അവതരിപ്പിച്ചിട്ടില്ല. എവിടെയും മതരാട്ടത്തിന് വേണ്ടിയാണ് ഇത് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ ആയിരക്കണക്കായ സാഹിത്യങ്ങളിൽ, ലേഖനങ്ങളിൽ, ഇതിന്റെ പ്രഭാഷണങ്ങളിൽ, ഒരു പ്രാദേശിക പരിപാടിയുടെ പ്രഭാഷണത്തിൽ പോലും ഈ രാജ്യത്ത് ഇന്നുവരെ മതരാട്ടം സ്ഥാപിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അത് ചെയ്യാത്തത് മതരാട്ടം മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല. മതരാട്ടം മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല. നിങ്ങൾ മതരാട്ടം മോശമാണെന്നല്ലല്ലോ യഥാർത്ഥത്തിൽ പറയുന്നത്. മതരാട്ടം മോശമാണെന്ന് പറയുന്നതിലൂടെ മതം തന്നെ മോശമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകളെ അടിച്ചമർത്തുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ഡ്രസ് കോഡ് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ലാത്ത ഈ പ്രസ്ഥാനം, ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതി തന്നെ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത പ്രസ്ഥാനം എന്ന് പറയുന്നതിലൂടെ ഇസ്ലാം തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി മുർത്തദ്ദികളുടെ വിഷയത്തിൽ എന്തോ ഒരു തീരുമാനമെടുത്തു എന്ന് പ്രഭാഷണം നടത്തുമ്പോ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായി ഇസ്ലാമിനില്ലാത്ത ഒരു കാഴ്ചപ്പാടും അവിഷയത്തിൽ ഇല്ല എന്നിരിക്കെ നിങ്ങൾ ഇസ്ലാമിനെ തന്നെയാണല്ലോ വിമർശിക്കുന്നത്. അതുകൊണ്ട് മതരാട്ടം മോശമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല ജമാഅത്തെ ഇസ്ലാമി മതരാട്ടത്തിന് വേണ്ടി നിലകൊള്ളാത്തത്. മതരാട്ടം എന്ന് പറയുന്നത് ഒരു കാലത്ത് പുരോഹിതന്മാരും അതുപോലെ തന്നെ സാമ്രാജ്യത്വവും ഒന്നു ചേർന്നൊരു ഐക്യമുന്നണിയായി ഈ രാജ്യത്തെ, ഈ ലോകത്തെ ജനങ്ങൾ അടക്കി ഭരിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരുന്ന ഒരു ആശയത്തിന്റെ പേരാണ് എന്നതുകൊണ്ടാണ്. പോപ്പുമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ടിട്ട് ദൈവത്തിൽ നിന്നുള്ള ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ അന്വേഷണത്തിന്റെ, ഗവേഷണത്തിന്റെ, പുരോഗമനത്തിന്റെ യാതൊരു അനക്കവും അനുവദിക്കാതെ എല്ലാ ജനാധിപത്യത്തെയും റദ്ദു ചെയ്തിട്ട് ആളുകൾ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരുന്ന പഴയകാല യൂറോപ്പാണ് മതരാട്ടത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിന്റെ ഒരർത്ഥത്തിലും ഇസ്ലാം അതിനെ പ്രതിനിധീകരിച്ചിട്ടില്ല. ഇസ്ലാം ഒരു കാലത്തും ഈ ലോകത്തോട് മതരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മതരാട്ടത്തിന്റെ ആളുകളല്ലാത്തത്. ജമാഅത്തെ ഇസ്ലാമി മതരാട്ടമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ 1000 അല്ല 10,000 സ്റ്റേജുകളിലൂടെ അതിനെ വിമർശിച്ചാലും ഞങ്ങൾ മതരാട്ടത്തിന്റെ ആളുകളാണെന്ന് തുറന്നു പറയാൻ യാതൊരു മടിയും ഈ പ്രസ്ഥാനം കാണിക്കുമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ മതരാട്ടത്തിന്റെ ആളുകളല്ലെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾക്കൊള്ളുന്ന ഒരു ആശയം ഇസ്ലാം ആ മതരാട്ടത്തെ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതേ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ നേതൃത്വം നൽകിയിരുന്ന അതിസുന്ദരമായ നിർഭയത്വത്തിന്റെ ഒരു ഭരണക്രമമുണ്ട്. അങ്ങ് മദീനയിൽ ആരംഭിച്ച ഒരു ഭരണക്രമമുണ്ട്. അത് രാജ്യത്ത് താമസിക്കുന്ന സകല മതവിഭാഗങ്ങൾക്കും അവരുടെ മതവിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും
സ്ഥാപിക്കാനും നിലനിർത്താനും അവരുടെ വ്യക്തി നിയമങ്ങൾ കൊണ്ടു നടക്കാനും സ്വാതന്ത്ര്യം നൽകിയിരുന്ന, അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുത്തിരുന്ന, അനുവദിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഇസ്ലാമല്ലാത്ത ജീവിത ദർശനങ്ങളെ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രപഞ്ചനാഥൻ നൽകിയതാണ് എന്ന് അവരുടെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുന്ന, അങ്ങനെ പ്രപഞ്ചനാഥന് പങ്കുചേർക്കുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ കുറ്റകൃത്യമായ ശിർക്ക് ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചാൽ, ആ ശിർക്ക് ചെയ്യാൻ, ബഹുദേവാരാധന നടത്താൻ, അതിനുള്ള ആരാധനാലയം നിർമ്മിക്കാനുള്ള സാവകാശവും സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും അതിന്റെ സംരക്ഷണവും നൽകുന്ന അതിസുന്ദരമായ ഒരു ബഹുമത ബഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിനിധാനമുണ്ട്. അത് പുണ്യപ്രവാചകൻ കാണിച്ചു തന്നതാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാത്രം നബിയല്ല, ഇവിടെയുള്ള സുന്നിയുടെ, മുജാഹിദിന്റെ, തബ്ലീഗിന്റെ, തരീഖത്തിന്റെ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരുടെയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെയും നിങ്ങളുടെ കൂടെ നിൽക്കാത്തവരുടെയും ഇസ്ലാമിക സമൂഹത്തിന്റെ മുഴുവനായും പ്രവാചകൻ അല്ല, ഈ ലോകത്തിന്റെ പ്രവാചകൻ, ഈ ലോകത്തെ സകലതിന്റെയും പ്രവാചകൻ, ഈ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എല്ലാറ്റിനും കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ കാണിച്ചു തന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധാനം ഈ പ്രസ്ഥാനം നിർവഹിക്കുന്നു. ഇന്ത്യയിൽ എന്ന് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും വ്യക്തിപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വാസ്ഥ്യം ലഭിക്കാൻ പ്രപഞ്ചനാഥന്റെ സന്മാർഗം വേണമെന്നതുപോലെ കുടുംബത്തിന്റെ സമാധാനം ലഭിക്കണമെങ്കിൽ ആ കുടുംബത്തിന്റെ സമാധാനത്തിന് കുടുംബം എന്ന സ്ഥാപനത്തെ നിർമ്മിച്ച പ്രപഞ്ചനാഥന്റെ സന്മാർഗദർശനം അനിവാര്യമാണെന്നതുപോലെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല മുന്നോട്ട് പോക്കുന്ന സമൂഹ ഘടനയായിട്ട് ഈ മനുഷ്യഘടനയെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥന്റെ സന്മാർഗം വേണമെന്നതുപോലെ മനുഷ്യർക്കിടയിൽ സമ്പത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപെടലുകളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ പ്രപഞ്ചനാഥന്റെ സന്മാർഗം വേണമെന്നതുപോലെ ഈ ലോകത്തെ രാഷ്ട്രങ്ങളായിട്ട്, രാജ്യങ്ങളായിട്ട്, വിവിധ ഭാഷകളായിട്ട്, വർഗങ്ങളായിട്ട്, വ്യത്യസ്ത കബീലകളായിട്ട് സൃഷ്ടിച്ച പ്രപഞ്ചനാഥന്റെ നിർദ്ദേശങ്ങളും സന്മാർഗവും ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് മാത്രമാണ് നിർഭയത്വം ഉണ്ടാവുകയെന്ന്, അവിടെ മാത്രമാണ് സുഭിക്ഷതയുണ്ടാവുകയെന്ന്, അവിടെ മാത്രമാണ് ഉച്ചനീതത്വമില്ലാത്ത സമത്വത്തിന്റെ, നീതിയുടെ സുന്ദരമായ നാളുകളെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക എന്ന് ജമാഅത്തെ ഇസ്ലാമി പണ്ടും ഇന്നും പറയുന്നു, അതെക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് ഇസ്ലാമിക ആദർശത്തിന്റെ അടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രസ്ഥാനത്തിനുണ്ടെന്നതുപോലെ ഇതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തുള്ളവർക്ക് കൂടി വകവെച്ചു കൊടുക്കാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദികളെന്ന്, ഈ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ പ്രവർത്തനത്തിന് പോകാത്തത്, ആയുധമെടുക്കാൻ തുനിയാത്തത്, ആയുധ പരിശീലനം നൽകാൻ മെനക്കെടാത്തത്, ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾ തീവ്രവാദം പറഞ്ഞ് വിമർശിക്കുന്നു എന്നതുകൊണ്ടല്ല, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പോകരുത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്മാര് അടിയുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ, കൊലപാതകം നടത്താൻ, കത്തിക്കുത്ത് നടത്താൻ പോകാത്തത് ശാരീരിക ആരോഗ്യമോ കായബലമോ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി അത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പോകാത്തത് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം സംഘർഷമല്ല, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം സമാധാനത്തിൻ്റെതാണ്, സൗഹൃദത്തിൻ്റെതാണ്. ഈ പ്രസ്ഥാനം ആരെയൊക്കെ പ്രബോധനം ചെയ്യുന്നുവോ ആ മനുഷ്യരെ മുഴുവനായും വിജയിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആദർശമാണ് എന്നതുകൊണ്ടാണ്. വിമർശകരെ കൂടി പരാജയപ്പെടുത്തുകയല്ല, അവരെ കൂടി വിജയിപ്പിക്കണം. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും വിജയിപ്പിക്കണം. നിങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭാഷണങ്ങൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ പ്രഭാഷകനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥന. എന്താണെന്നറിയുമോ? ഈ ലോകത്തിന്റെ രക്ഷിതാവ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ സമാധാന സന്ദേശത്തെ ഉൾക്കൊള്ളാനുള്ള വിശാലതയും അതിനുള്ള സന്മാർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യവും
ഇവർക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ അരുതായ്മകളോട് അരുതു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ വാക്കുകൾ അപൂർണതയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ശേഷം വിഷയത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ ആളുകൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ബഹുമാന്യനായ അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാൻ സാഹിബിന്റെ പ്രഭാഷണമുണ്ട്. ഈ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ഉപകാരപ്രദമായി വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ തെറ്റിദ്ധാരണകളുടെയും പുകമറകളുടെയും ഇരുണ്ട നാളുകൾക്കപ്പുറത്ത് സമാധാനത്തിന്റെ, സ്വാസ്ഥ്യത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ നല്ല നാളുകൾ പ്രപഞ്ചനാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.